നമസ്കാരം. ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ മരണത്തിൽ അന്വേഷണം വീട്ടുകാരെ കേന്ദ്രീകരിച്ച്. കൊട്ടുകോൽക്കുണം സ്വദേശികളായ ശ്രീധുവിന്റെയും ശ്രീജിത്തിന്റെയും മകൾ ദേവേന്ദുവാണ് മരിച്ചത്. ഇന്നലെ രാത്രി വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങാൻ കിടന്ന കുട്ടിയെ ഇന്ന് രാവിലെയാണ് കാണാനില്ലെന്ന് മനസ്സിലാക്കുന്നത്. കുടുംബത്തിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ ആരംഭിച്ചെങ്കിലും പിന്നീട് മൃതദേഹം കിണറ്റിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ അടിമുടി ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങളേറെയുണ്ട്. അതിനാൽ തന്നെ കുടുംബാംഗങ്ങളെ മുഴുവൻ ചോദ്യം ചെയ്യുകയാണ്. കുഞ്ഞിന്റെ മുത്തശ്ശൻ മരിച്ചതുമായി ബന്ധപ്പെട്ട മരണാനന്തര ചടങ്ങ് വീട്ടിൽ നടന്നിരുന്നു. സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടായിരുന്നതായും വിവരമുണ്ട്. 30 ലക്ഷം രൂപ കാണാനില്ലെന്ന് കുടുംബം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതായിട്ടുള്ള വിവരം ഇതിനിടയിൽ പുറത്തു വരുന്നുണ്ട്. മുൻപ് വീട്ടിൽ ചില ആത്മഹത്യാ ശ്രമങ്ങൾ നടന്നതായി അയൽവാസികൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. കുട്ടിയുടെ അച്ഛൻ, അമ്മ, അമ്മയുടെ സഹോദരൻ, മുത്തശ്ശി തുടങ്ങിയവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. അമ്മയുടെ സഹോദരൻ മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണെന്ന് പോലീസ് പറയുന്നു. പുറത്തുനിന്ന് ആരുടെയും ഇടപെടലില്ല. ബന്ധുക്കൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. ഈ വീട്ടിൽ ചെറിയൊരു തീപിടുത്തമുണ്ടായിരുന്നു. അമ്മയുടെ സഹോദരന്റെ മുറിയിലാണ് കുട്ടി ഉറങ്ങിയിരുന്നതെന്ന് അമ്മ മൊഴി നൽകിയിട്ടുണ്ട്. അമ്മയുടെ സഹോദരൻ കിടന്നിരുന്ന മുറിയിലായിരുന്നു തീപിടുത്തമുണ്ടായത്. ഇതിനുശേഷം തീ അണയ്ക്കാനായി വെള്ളം എടുത്തൊഴിച്ചിരുന്നു. ഇതിനുശേഷമാണ് കുഞ്ഞിനെ കാണാതായ വിവരം അറിയുന്നതെന്നാണ് വീട്ടുകാർ പറഞ്ഞതെന്ന് സ്ഥലത്തെത്തിയ എം വിൻസെന്റ് MLA പറഞ്ഞു. കുഞ്ഞിനെ കാണാനില്ലെന്ന വാർത്ത വന്നതോടെ MLA ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. അപ്പോൾ മണ്ണെണ്ണയുടെ മണ്ഡം അവിടെ ഉണ്ടായിരുന്നുവെന്നും വെള്ളം ഉപയോഗിച്ച് തീ അണച്ചിരുന്നുവെന്നുമാണ് വിവരം. ചുറ്റുമതിലുള്ള കിണറ്റിൽ മുട്ടിൽ നീന്തിയോ മറ്റോ ആ കുട്ടി തനിയെ വീഴാൻ സാധ്യതയില്ലെന്ന് MLA ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു.